ഈ 72 വയസ്സിൽ മമ്മൂട്ടിയുടെ പരമാവധി എവിടെ വരെയാണ്? ഇരട്ട വ്യക്തിത്വങ്ങളുടെ പൂർണ്ണത വളരെ മിനിമം അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കാണിച്ചു തന്ന നൻപകൽ വരെയോ, കണ്ടുകഴിഞ്ഞാലും പ്രേക്ഷകനെ ഹോണ്ട് ചെയ്യുന്ന റൊഷാക്കിലെ പകവീട്ടൽ വരെയോ, കാതൽ ഏറ്റെടുക്കുന്ന അത്ര ധൈര്യം വരെയോ? ചിലപ്പോൾ അല്ലായിരിക്കാം. മമ്മൂട്ടി തന്റെ പുതിയ പരിധികൾ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഗംഭീര ഐറ്റം വരുന്നുവെന്നറിയിച്ച് പ്രമയുഗത്തിന്റെ മറ്റൊരു പോസ്റ്റർ കൂടി എത്തിയിട്ടുണ്ട്. പോസ്റ്ററിലുള്ളത് നമുക്കറിയുന്ന മമ്മൂക്കയല്ല. 70കളിലെങ്കിലും ഏജ് ഇൻ റിവേഴ്സ് ഗിയറിലായ സുന്ദരനെയല്ല. പേടിപ്പിക്കുകയാണ് മമ്മൂക്ക. ഭയാനകമായ കണ്ണുകളോടെ ത്രംഷ്ടകൾ ഒളിപ്പിച്ച് വലിയ കിരീടമണിഞ്ഞ് നിറങ്ങളേതുമില്ലാതെ ഇരുട്ടിൽ മമ്മൂക്ക ഇരിക്കുന്നു. പ്രമയുഗത്തിന്റെ പുതിയ പോസ്റ്റർ കൂടി വന്നതോടെ സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു, സംഭവം ഇർക്ക്. സിനിമ കാണാതെ തന്നെ മമ്മൂട്ടിയുടേത് ഭീകര പെർഫോമൻസ് ആയിരിക്കുമെന്ന് വിധിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ. മോഹൻലാൽ ഒരു വശത്ത് മലൈക്കോട്ടെ വാലിബനിലൂടെയും മമ്മൂട്ടി മറുവശത്ത് പ്രമയുഗത്തിലൂടെയും ഞെട്ടിച്ചാൽ 2023 മാത്രമല്ല 2024 മലയാളത്തിന്റെ ഈ രണ്ട് നിത്യയൗവനങ്ങൾ എടുക്കും. 2023 മമ്മൂട്ടിയുടേത് മാത്രമായിരുന്നല്ലോ. ഉന്മാദത്തിന്റെ ഭ്രമങ്ങളുടെ ഒരു യുഗം എന്ന് പേരിട്ടിരിക്കുന്ന ദി ഏജ് ഓഫ് മാഡ്നസസ് ടാഗ്ലൈനുള്ള ചിത്രത്തിന്റെ പോസ്റ്റർ ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ച് നെറ്റിസൻസിന് ഒരു പിടിയും കൊടുക്കുന്നില്ല. മമ്മൂട്ടി ഗെയിം ചേഞ്ചർ ആകുമെന്നും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മമ്മൂട്ടി അഭിമാനമാകുമെന്നും വിലയിരുത്തുന്നു അക്ബർ ഖാദർ എന്ന പ്രൊഫൈൽ. കാട്ടുപോത്തിന്റെ കൊമ്പ് തലയ്ക്ക് മുകളിലായി നിൽക്കുന്ന ആളുകളെ അയാൾക്ക് വിധേയരാക്കുന്ന ഭാസ്കര പട്ടേലരെയാണ് ഈ പോസ്റ്റർ ഓർമ്മിപ്പിക്കുന്നുവെന്ന് നിരവധി നെറ്റിസൻസ് പറയുന്നു. പോയി 2024 കൊണ്ടുപോയെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഷഫീഖ് AP. കാന്താര എന്ന സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന മൂഡ് പ്രമയുഗത്തിന് നൽകാനാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത്. സംവിധായകൻ രാഹുൽ സദാശിവന്റെ ഭ്രമിപ്പിക്കുന്ന ഭയാനകത അറിയുവാൻ ഭൂതകാലം എന്ന ഒറ്റ പടം മതിയല്ലോ എന്നും മമ്മൂക്ക കൂടി ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ എന്നും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ.